പുഡിങ് ഇഷ്ടമുള്ളവരെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. നമ്മളിതിൽ ചൈന ഗ്രാസ് ജലാറ്റിനൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നെസ്കഫേൻ്റെ കോഫി പൗഡറാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ വേണം. കൊക്കോ പൗഡറും 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൊടികളെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 3 കപ്പ് പാലാട്ട് എടുത്തിട്ടുള്ളത്. അതായത് 750 ml പാലെടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു സോസ് പാനിൽ ഇത് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. എന്തെങ്കിലും അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത ശേഷം ഈ സോസ് പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കോൺഫ്ലോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് 8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരും കേട്ടോ. തിളച്ച് വന്ന ശേഷം നമ്മൾ 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നാലേ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേയിൽ ഒരല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാട്ടോ അടച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിതൊരു അരമണിക്കൂർ ഫ്രീസറിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബട്ടർ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രേന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരല്പം കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാലും കോഫി പൗഡറും കൊക്കോ പൗഡറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ നമ്മളിതിൽ ചൈന ഗ്രാസോ ജലാറ്റിനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു പുഡിങ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കോഫി ഫ്ലേവറിലുള്ള നല്ലൊരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.